രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കി ഒരു വീട്ടമ്മ. ചാരുമൂട് സ്വദേശിയായ ഫസീല ബീഗമാണ് രക്തദാനത്തെ ജീവിതചര്യയാക്കിയിരിക്കുന്നത്. രക്തദാനം ജീവിതത്തിന്റെ ഭാഗമാക്കിയിരിക്കുകയാണ് ഒരു വീട്ടമ്മ. ചാരുമൂട് സ്വദേശിയായ ഫാത്തിമാസ് വീട്ടിൽ ഫസീല ബീഗത്തിന് രക്തദാനം എന്നാൽ ജീവിതത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കർത്തവ്യമാണ്. ജനകീയ രക്തദാന സേനയുടെ ആലപ്പുഴ ജില്ലാ ചീഫ് കോർഡിനേറ്ററാണ് ഫസീല. ലോക രക്തദാന ദിനത്തിൽ ഇവർക്ക് ആശംസകളുടെ പ്രവാഹമായിരുന്നു. 53 വയസ്സിനുള്ളിൽ 121 തവണയാണ് ഫസീല രക്തദാനം ചെയ്തിരിക്കുന്നത്. ജീവകാരുണ്യത്തിന്റെ ഈ അപൂർവ മാതൃകയ്ക്ക് ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. 119 തവണ പിന്നിട്ടപ്പോൾ ലയൺസ് ക്ലബ് ഓഫ് എടത്വ ടൗൺ അനുമോദിച്ചിരുന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് കറപ്ഷൻ ഫോഴ്സിന്റെ റീജിയണൽ കോർഡിനേറ്ററും സെൻട്രൽ കമ്മിറ്റി അംഗവും നാഷണൽ ചൈൽഡ് ആൻഡ് വുമൺ ഡെവലപ്മെന്റ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റുമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാനൊരു രക്തദാന പ്രവർത്തകയും കാരുണ്യ പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയാണ്. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ റെഡ് ക്രോസ് സൊസൈറ്റിയുമായി ചേർന്നുകൊണ്ട് രക്തദാന പ്രവർത്തനം നടത്തുകയും അതിനുശേഷം സൗദി അറേബ്യയിൽ പോയി 27 വർഷത്തോളം സൗദി പൗരന്മാർക്ക് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിറങ്ങുന്ന സൗദി പൗരന്മാരെ ട്രെയിനിങ് കൊടുത്ത് അവരെ ടെക്നീഷ്യനാക്കി മാറ്റുകയും ചെയ്തു വരികയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 5 വർഷത്തോളമായി നാട്ടിൽ വന്നിട്ട് ജനകീയ രക്തദാന സേന എന്ന സംഘടനയുടെ രക്തദാന സേനയുടെ ആലപ്പുഴ ജില്ലാ ചീഫ് കോർഡിനേറ്ററായും പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്ററുമായി പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ എനിക്ക് 53 വയസ്സുണ്ട്. ഈ 53 വയസ്സിനുള്ളിൽ ഞാൻ 121ാമത്തെ ബ്ലഡ് ഡൊണേഷൻ കഴിഞ്ഞ 3 മാസം മുമ്പ് തിരുവനന്തപുരം RCCയിലാണ് കൊടുത്തത്. എനിക്ക് ഇതിനുള്ള ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വിദേശ ചെടിയായ ബിഗോണിയ പ്ലാന്റിൻ്റെ ഒരു ഉൽപ്പാദനമാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും എൻ്റെ വീട്ടുകാര്യങ്ങളും എല്ലാം തന്നെ നോക്കുന്നത്. 27 വർഷം വിദേശത്ത് ജോലി നോക്കിയ പ്രവാസി കൂടിയാണ് ഫസീല. 5 വർഷം മുമ്പാണ് ഇവർ നാട്ടിലെത്തുന്നത്. നാട്ടിലെത്തിയ ശേഷം ആരംഭിച്ച ചെറിയ ഉദ്യാനം ഇപ്പോൾ ബിഗോണിയ നഴ്സറി എന്ന പേരിൽ ശ്രദ്ധേയമാകുന്നുണ്ട്. ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നു. ഇപ്പോൾ 600-ൽ പരം ബിഗോണിയ ചെടികൾ ഇവരുടെ തോട്ടത്തിലുണ്ട്. കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി നിരവധി പേർ നേരിട്ടും ഓൺലൈനുമായി ഈ ചെടികൾ വാങ്ങുന്നു. ഓരോ രക്തദാനത്തിലൂടെയും പലരുടെയും ജീവൻ രക്ഷിക്കുകയും പ്രതീക്ഷ നൽകുകയും ചെയ്യാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഫസീല പറയുന്നു. സ്വമേധയാ സേവനമനുഷ്ഠിക്കുന്ന ഫസീല പ്രതിഫലം വാങ്ങാത്ത രക്തദാതാക്കളിൽ ഒരാൾ കൂടിയാണ്. വിദ്യാർത്ഥിനിയായ ഫാത്തിമയാണ് മകൾ. CDNet ന്യൂസ്, ചാരുമൂട്.